ആർട്ട് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടേതുൾപ്പെടെ നടത്തിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. ആലുവ നഗരസഭാ പാർക്കിലെ EMS സാംസ്കാരിക കേന്ദ്രത്തിലാണ് ചിത്രച്ചിറകുകൾ എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. 100-ലേറെ ചിത്രങ്ങളിൽ കൂടുതലും 3-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ളവരുടേതായിരുന്നു. വളർന്നു വരുന്ന കുട്ടികൾക്ക് ചിത്രകലയിൽ കൂടുതൽ പ്രോത്സാഹനമേകുന്നതിനായാണ് ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചതെന്ന് ആത്മ ഡയറക്ടറും ചിത്രകാരനുമായ സജീവ് ജോർജ് പുളിക്കൽ പറഞ്ഞു. വളർന്നു വരുന്ന ചെറിയ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പലർക്കും പറ്റാറില്ല. കാരണം അത് ഞാൻ മനസ്സിലാക്കിയത്, എന്നെ പഠിപ്പിച്ച മുതിർന്ന വലിയ പ്രൊഫഷണലായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇത്രയും ചെറിയ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ കുറേ വന്നിട്ട് ഒരു 8-ാം ക്ലാസ് 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ നോക്കാൻ നേരത്ത് ഈ ചെറിയ കുട്ടികളെ ഒപ്പം ഇരുന്ന് കുറച്ച് കളറും പേപ്പറുമായിട്ട് അവരോടൊപ്പം ഇരുന്ന് പെയിൻറ്റ് ചെയ്യാനോ കളറിങ് ചെയ്യാനായിട്ടോ അവർക്ക് ആരുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യം അവർക്ക് ഒരുപാടുണ്ട്, പാരൻസിന് അതൊട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അവരെ തഴഞ്ഞ് നമ്മൾ കളയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ചെറിയ കുട്ടികളെയും കൂടി കുറച്ച് നേരം അവരുടെ ഒപ്പം ഇരുന്ന് കളറും അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരിൽ പലരിലും ഭയങ്കരമായ മാറ്റം കുറേ കഴിയുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ആത്മ ആർട്ട് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഒരു പ്രദർശന പരിപാടിയോടെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സജീവേട്ടനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി പ്രീതി ചേച്ചിയും ഈ അവസരത്തിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഇതൊക്കെ നടക്കുന്നത് ദർബാർ ഹാൾ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ആർട്ട് ഗാലറികളിലേക്കാണ് കാണാറ്. പക്ഷേ അത് നമ്മുടെ ഈ ആലുവയിൽ ഒട്ടനവധി കലാകാരന്മാരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുമുള്ള ഒരു പട്ടണമാണ് നമ്മുടെ ഈ കൊച്ചാലുവ. ഈ ആലുവയിൽ ഇത്തരത്തിലൊരു കൊച്ചുകുട്ടികളുടെ, നമ്മുടെ കൊച്ചുമക്കളുടെ ചിത്രപ്രദർശനം ആദ്യമായിട്ടാണ്. എന്തായാലും അതിന് വലിയൊരു കയ്യടി നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട സജീവേട്ടനും അദ്ദേഹത്തിൻ്റെ പത്നിക്കും കൊടുക്കണം. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞതിനുള്ള സന്തോഷമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഒട്ടനവധി മത്സരങ്ങളും ഫുട്ബോൾ അതുമാതിരി കലാപരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചിത്രപരമായി ഈ ഇത്തരത്തിലുള്ളൊരു നാട്ടുപരമായിട്ടുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചത് ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് തന്നെ ഒട്ടനവധി നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. ആലുവയുടെ മുഖച്ഛായ മാറ്റുന്ന പരിപാടിയായാലും ശരി, ഒരുപാട് നമ്മുടെ ശതാബ്ദി തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കഴിവുകളും ഒട്ടനവധി എന്താ പറയുക, നമ്മുടെ സെൻറ് ഡൊമിനിക് ചർച്ച് നമുക്കറിയാം, ചന്തപ്പള്ളിയിൽ നടന്നിരിക്കുന്ന ആർട്ട് വർക്കുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. വരും വർഷങ്ങളിലും കൂടുതൽ ചിത്ര പ്രദർശനങ്ങളും ശില്പശാലകളും ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദർശനത്തിൽ പങ്കാളികളായ കുട്ടികൾക്ക് ആലുവ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാസിൽ ഹുസൈൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു.
എക്സ്പോഷർ നമ്മുടെ കുട്ടികളുടെ പെയിൻറ്റിങ്ങിന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് വന്ന് അത് എൻജോയ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കുട്ടികൾക്കും അവർക്ക് ഞങ്ങൾ ആത്മാർത്ഥ അക്കാഡമി അല്ലെങ്കിൽ സജീവിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഇതായിരുന്നു. വലിയവർക്ക് വരയ്ക്കുന്നത് തന്നെ ഒരു സെൽഫ് റിവാർഡിംഗ് ആണ്. പക്ഷേ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ കിട്ടുന്ന ഒരു എൻകറേജ്മെൻ്റ് ആൻഡ് എക്സ്പോഷർ അവരെ കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആർട്ടിസ്റ്റുകളായിട്ട് മാറ്റും. അവർക്കിപ്പോൾ കിട്ടുന്ന എൻകറേജ്മെൻറ്റ് ഈ ഫീൽഡിൽ തന്നെ നിൽക്കാനും ഇതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും അവരെ എൻകറേജ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് സജീവിനുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ ആലുവ. മെച്വർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു എക്സിബിഷൻ നടത്താമെന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ എക്സിബിഷൻ നടത്തുന്നതിന് അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും അത് കുറേ റിവാർഡിങ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. പക്ഷേ ദൈവം വളരെയധികം അത് ഭംഗിയാക്കി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം അതിന് ഒരു വലിയൊരു വിജയത്തിനൊരു കാരണമായി. പാദാമൃത് സവിശേഷ രാമച്ച ചെരുപ്പുകൾ. രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ. പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം. പ്രകൃതിയുടെ വരദാനം, പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും. പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധിവേദന, ചൂട്, വിയർപ്പ്, രക്തസംബന്ധമായ വേദനകൾ, വെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു. ഇനി പാദങ്ങൾക്കേകാം അനിർവചനീയമായ സ്വാസ്ഥ്യം. വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ്. പാദാമൃത് രാമച്ചം ചെരുപ്പുകൾ. എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ്, തോട്ടക്കാട്ടുകര, ആലുവ, കൊച്ചിൻ. ഫോൺ 7510509959.